വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് മാലിന്യം പൊതു ഓടയിലേക്ക് ഒഴുക്കിവിടുന്നതിനെതിരെ മാള ഗ്രാമപഞ്ചായത്ത് മാലിന്യം ഒഴുക്കിവിട്ട സ്ഥാപനങ്ങൾക്ക് പഞ്ചായത്ത് നോട്ടീസ് നൽകി. മാളക്കടവിലേക്ക് കക്കൂസ് മാലിന്യം ഉൾപ്പെടെ ഒഴുക്കിവിടുന്ന വ്യാപാര സ്ഥാപനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ പറഞ്ഞു. മാള ടൗണിൽ അനധികൃതമായി കാനയിലേക്ക് മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നതായി ആക്ഷേപം. ടൗണിൽ പല ഭാഗത്തും ദുർഗന്ധം വമിക്കുന്നു. മാളക്കടവിലേക്ക് കക്കൂസ് മാലിന്യം ഉൾപ്പെടെ ഒഴുക്കിവിടുന്ന വ്യാപാര സ്ഥാപനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മാള ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി.കെ. ജിനേഷ് മീഡിയ ടൈമിനോട് പറഞ്ഞു. മാള മോഡി ബേക്കറിയുടെ അടുത്ത് ഇന്നലെ രാത്രി അവരുടെ ജലനിധി കണക്ഷൻ കട്ട് ചെയ്തതിൻ്റെ ഭാഗത്ത് അവർ നിർമ്മാണ പ്രവർത്തനം നടത്തി കഴിഞ്ഞപ്പോൾ പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകിയപ്പോൾ തൊട്ടടുത്ത് അവരുടെ ജ്യൂസ് കടയിൽ നിന്നും വേസ്റ്റ് ഒഴുകുന്ന ഡ്രൈ പാക്ക് ചെയ്തിട്ടുള്ള ടാങ്കിൽ നിന്നും ഈ വെള്ളം കലർന്ന് മാള ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഇവിടെ മാലിന്യം കലർന്ന് ഒഴുകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അവിടുത്തെ ഓട്ടോ ഡ്രൈവർമാരടക്കം വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിവിടുന്ന് പഞ്ചായത്ത് അധികൃതർ ഒന്ന് പരിശോധന നടത്തിയപ്പോൾ നമുക്കതിൽ ആ ഡ്രൈ പാക്ക് ചെയ്ത ആ ജ്യൂസ് കടയിൽ നിന്ന് ഒഴുകി വരുന്ന മാലിന്യങ്ങളുടെ ഇതിൽ നിന്നും ദുർഗന്ധം ഒളിപ്പിക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാനുണ്ടായി. അപ്പോൾ അത് എന്തായാലും അടിയന്തരമായത് നന്നാക്കാനും ആ വെള്ളം വേസ്റ്റ് ഒഴുകിപ്പോയ സ്ഥലത്തേക്ക് മുഴുവനായിട്ടും കടയുടമയോട് നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് അത് ശുചിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് അടിയന്തരമായി ചെയ്യും. മാളയിൽ വ്യാപകമായി ഇത്തരത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ഓടകളിലേക്ക് മാലിന്യം ഒഴുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നമ്മളെ എല്ലാ വ്യാപാരികളും നമുക്ക് കുറ്റം പറയുന്നില്ല. കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ചില ആളുകൾ ചെയ്യുന്ന ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയപ്പെടേണ്ടതാണ്. ഞങ്ങൾ ഇന്നലെ രാത്രി ടൗണിൽ പുതുയുഗ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്ററും അതുപോലെ തന്നെ കൊടി കെട്ടുന്നതിനുമായി ബന്ധപ്പെട്ട് രാത്രി മുഴുവനായിട്ട് ഞങ്ങൾ ടൗണിലുണ്ടായി. KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവിടെ അസഹനീയമായിട്ടുള്ള ദുർഗന്ധം വമിപ്പിക്കുന്നതായിട്ട് പ്രവർത്തകരുടെ ഇടയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി നോക്കി കഴിഞ്ഞപ്പോൾ മാള കടവിലേക്ക് പൈപ്പ് മുഖേന ഏതോ കടയിൽ നിന്നുള്ള ഈ ഫുഡ് വേസ്റ്റ് ഒഴുക്കി വിടുന്നതായിട്ടും കക്കൂസ് മാലിന്യം അടക്കമുള്ള ബാത്റൂം വേസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഒഴുക്കി വിടുന്നതായിട്ടും ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അടിയന്തരമായി നമ്മൾ പഞ്ചായത്ത് PWD ആ കാണ തുറന്ന് ഈ പൈപ്പ് എവിടെ നിന്നാണ് സ്ഥാപിച്ചിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കാനും അത് കണ്ടുപിടിച്ച് ആ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ട നടപടികൾ പഞ്ചായത്ത് മുന്നോട്ട് പോകും. രാത്രി സമയങ്ങളിൽ പല വ്യാപാര സ്ഥാപനങ്ങളിലെയും മാലിന്യങ്ങൾ റോഡിലേക്ക് ഒഴുക്കിവിടുന്നതായി ഓട്ടോറിക്ഷ തൊഴിലാളികളും പറയുന്നു. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ മാലിന്യം റോഡിലേക്ക് ഒഴുക്കിവിട്ട സ്ഥാപനത്തിന് കർശന നിർദ്ദേശം നൽകുകയും ശുചീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഫുഡ് ആൻഡ് സേഫ്റ്റി വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് മാളയിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുകയും വ്യാപാരി വ്യവസായികളുടെ സഹകരണത്തോടെ മാളയെ ക്ലീൻ സിറ്റിയാക്കാനുള്ള സമഗ്ര പദ്ധതി പഞ്ചായത്ത് ആവിഷ്കരിക്കുമെന്നും ടി.കെ. ജിനേഷ് പറഞ്ഞു. മീഡിയ ടൈം മാള.